ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മസനഗുഡി വഴി ഊട്ടിക്കല്ല, മാങ്കുളം വഴി ആനക്കുളത്തേട്ടാണ്. നമുക്ക് എന്നാലും റോഡ് പോയി നോക്കാം അല്ലേ. രാജപാത എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടത്. അത് ഓൾഡ് ആലുവ മൂന്നാർ റൂട്ടാണ്. അവിടെ പോയിട്ട് അത് തുറന്നിട്ടുണ്ടെങ്കിൽ ആ വഴി കയറി പോകും. ആ വഴി കയറി പോകുന്ന അത്യാവശ്യം വേർത്താണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും സമയം കളയാതെ പോകാം. ഇല്ലേ ഇർഫാനെ? പോയേക്കാം. ഓക്കെ ഗായ്സ്, പട്ടം പട്ടം പട്ടം. സംബന്ധിച്ചിടത്തോളം അവൻ ഈ മണ്ണിട്ട റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ക്രേസാണ്. എനിക്ക് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ക്രേസാണ്. കാരണം ഞാൻ കൊച്ചുനാല് മുതലേ ഞാൻ ആഗ്രഹിച്ചതാണ് എനിക്ക് ഓഫ് റോഡ് അടിക്കണം. മീൻസ് പണ്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഈ സാധനം ചെയ്യണ കാണുമ്പോൾ ഓ ഇത് കൊള്ളാലോ മീൻസ്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഓരോ കല്ലും ഓരോ ഇതും എന്താ പറയണേ മേളിയിട്ട് അടിച്ച് പോകുമ്പോൾ അത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത തന്നെയാണ്. യു ഷുഡ് എക്സ്പീരിയൻസ് ദിസ്. എന്താ പറയുന്നത്, ഇത് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദാറ്റാ ഇറ്റ്സ് വണ്ടർഫുൾ. കാരണം ഓഫ് റോഡ് ഞാൻ പറയുന്നുണ്ട് പിള്ളേരെ നിങ്ങൾ എന്തിനാണ് മദ്യവും ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയണേ എൻ്റർടൈൻമെൻറ്റിൽ ചെല്ല്. നിങ്ങൾ ആ പൈസയ്ക്ക് എന്ത് ചെയ്യുക, ഒരു EMI ആയിട്ടൊരു ഹിമാലയൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ ആസ്വദിക്കാൻ പോകും. ഞാൻ പറയണേ എന്തിനാണ് നിങ്ങളുടെ ശരീരം നശിപ്പിക്കുന്നത്? മനസ്സിന് കുളിർമയേകുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങളിൽ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ നമുക്ക് എൻജോയ്മെന്റ് കിട്ടും. ലൈഫിന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥമുണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ പ്രകൃതിയുടെ വരദാനങ്ങൾ നമുക്ക് ഇഷ്ടംപോലെയുണ്ട്. അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. എൻജോയ് എവറിത്തിങ്. എനിക്ക് തോന്നുന്നു ഇതുവഴി ചെന്നിട്ട് നമ്മുടെ 96 ചെന്നിട്ട് 96 നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഫ് റോഡ് പോലത്തെ സ്ഥലം വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ്. കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. Oh my god, what a stability. This is Himalayan. This is Himalayan. Look at that. അവൻ പോണുണ്ടോ? ആ വണ്ടി പിടിച്ച് കയറി പോണുണ്ടോ? ഈ വരയാടിനെ പോലെ കേട്ടോ. കൊള്ളാല്ലേ. ആർക്കും പരിചയമില്ലാത്ത വഴിയാണെന്നാണ് തോന്നുന്നത്. ഇത് മൊത്തം സിമെന്റിട്ട വഴി പിടിച്ച് ഇങ്ങനെ കയറി പോന്നാൽ മതി കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സിമെന്റിട്ട വഴി പതുക്കെ കയറി പോന്നാൽ മതി. നല്ല കുറച്ച് കഴിയുമ്പോൾ ഈ സിമെൻ്റ് കഴിയുമ്പോൾ ഓഫ് റോഡ് ആവും എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആദിവാസികളുണ്ട്, എന്തോ സെറ്റിൽമെൻറ്റ് സ്ഥലം അങ്ങനെ എങ്ങാണ്ടാണ് അവർ പറയുന്നത്. അങ്ങോട്ട് കയറരുത്, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവർ വിഷയം ഉണ്ടാക്കുന്നു. ആദിവാസികളാണല്ലോ, അപ്പോൾ അവർ എന്തെങ്കിലും വിഷയം ഉണ്ടാവും. മീൻസ് നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൈവസിയിൽ നമ്മൾ കൈ കടത്താൻ അത് ശരിയല്ലല്ലോ. നമ്മൾ ഇതുവഴി നേരെ കയറി ചെന്ന് ആനക്കുളം ചാടും. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ, വണ്ടർഫുൾ ആട്ടോ. വണ്ടർഫുൾ ഉള്ളല്ലേ. മൈ ഗോഡ്, രസമുള്ള വഴികളാട്ടോ. അയ്യോ ഇതന്നെ ഇത്. ഓ മൈ ഗോഡ്, ഇതെന്താ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കയറി പോകുന്നത് കൊടും വനത്തിൻ്റെ നടുക്കേക്കണെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റിവർ ക്രോസിങ്, യെസ്. വെള്ളം വെള്ളം ഉമ്മി ഭാഗ്യം താഴ്ത്തു പോയില്ല കൈസ്.
കൊള്ളാം കേട്ടോ. വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. സെക്കൻഡ് ഹീറ്റ് ഇടുമ്പോഴൊക്കെ ഒരു ഒച്ച. വമ്പൻ കയറ്റം, വമ്പൻ. ഇതും കൂടെ ഓഫ് റോഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മൈ ഗോഡ്, ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ? എനിക്ക് തോന്നുന്നു ആദിവാസി അവിടെ അവര് താമസിക്കുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ ഇത് സിമെന്റ് ഇട്ടേക്കുന്നത്. കാരണം ഇവിടെ ടാർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും പൊളിയും, ശരിയല്ലേ? ഇവിടെ സിമെന്റ് ഇടുക എന്നുള്ളത് മാത്രമാണ് അവരെ കൊണ്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം. ഇത് കയറി പോണോ അവര് കൊള്ളാം കേട്ടോ. വണ്ടി ഇതുവരെ സെക്കൻഡ് ഗിയർ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. മരം അമ്മേ, ഒരു നേരപ്പായ റോഡ്, സെക്കൻഡ് ഗിയർ കണ്ടു ആഫ്റ്റർ സോ മച്ച് ഓഫ് ടൈം. മദാമ്മമാരുണ്ടല്ലോ. മൈ ഗോഡ്, മദാമാസ്. ഞങ്ങള് ആനക്കുളം പിടിച്ചെടുക്കുവോ? അല്ല കുഴപ്പമില്ലെന്നാ. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് എന്തോ പോവാന്ന് പറഞ്ഞു. അത് ഇതുവഴി എവിടെയാ? അത് നമുക്ക് കയറ്റി വിടുമെന്നാണല്ലോ പറഞ്ഞേ. ജസ്റ്റ് ഒന്ന് നമുക്കറിയില്ല. അത് ഒരു ജീപ്പുകാരൻ ഞങ്ങളോട് കയറി പൊക്കോളാൻ പറഞ്ഞിട്ടാണ്. പോയി നോക്കാം. ഫോറസ്റ്റുകാർ കണ്ട വിഷയമാക്കുമെന്നാ പറഞ്ഞേ. എന്നാലും പോയി നോക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു ജീപ്പുകാർ ഏതെങ്കിലും, ഞാൻ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ, ഇതുവഴി ഡെയിലി ആൾക്കാർ വരുന്നതുകൊണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ ആരും പറഞ്ഞൊന്നുമില്ലല്ലോ ആ വീട്ടിൽ. അപ്പം ഞാൻ 2-3 വീട്ടിൽ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഇതുവഴി കയറി പോവാം, ചെറിയൊരു ഓഫ് റോഡ് ആണെന്നാണ് പറഞ്ഞത്. ഏതോ ലെഫ്റ്റ് തിരിഞ്ഞ് പോവാന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വന്ന വഴിക്ക് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒന്നും കണ്ടില്ല. അറിയില്ല കേട്ടോ, എന്താവുന്നൊന്നും അറിയില്ല. ഇത് ആദിവാസി കോളനി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഗോഡ്, മഴക്കാറുണ്ടല്ലോ. ഇതൊക്കെ അവരുടെ വീടുകളാട്ടോ. മൈ ഗോഡ്. ആ ചേട്ടൻ അങ്ങനെ പറയുകയും ചെയ്തു. ചെറിയൊരു പേടിയും വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നത് നമുക്ക് വഴി തെറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി നോക്കാല്ലേ, കിട്ടണത് ആ വഴിക്കങ്ങ് പോവാം. മേളിയിട്ട് കയറാണ്ട് ഇതുവഴി പോവാന്നാണ് പറഞ്ഞത്. ലെഫ്റ്റ് തിരിഞ്ഞൊരു സിമെന്റ് ഇട്ട വഴിക്കൊക്കെ കയറിപ്പോ ഇത് തന്നെ. യെസ്, ഇവിടെ തൊട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഓഫ് റോഡ് തുടങ്ങുന്നത്.
മൈ ഗോഡ്. യെസ്, റിവർ ക്രോസിംഗ്. ഇത് തന്നെയാ സ്ഥലം. ഇത് തന്നെ കേട്ടോ സ്ഥലം, റിവർ ക്രോസിംഗ് ഉള്ള സ്ഥലം. ആണോ? എനിക്ക് തോന്നുന്നത് അല്ല, ഇത് ഞാൻ കണ്ടിട്ടുണ്ടോ റിവർ ക്രോസിങ്. അല്ലടാ, ഇത് തന്നെ കോഴി ഇളക്കുടി. ആ, അപ്പുറത്ത് ചെല്ലുമെന്നാണ് പറഞ്ഞത് ഇതുവഴി കയറി പോയി കഴിഞ്ഞാൽ. അല്ലല്ല അല്ല, അതുവഴി കയറി പോരുന്നെന്ന് പറഞ്ഞേ. മേളത്തെ ഒരു കയറ്റുണ്ട്, അതുവഴി കയറുക. അത് കോളനിയാ. അല്ലല്ല, ആ വീട്ടുകാരാ പറഞ്ഞേ. ആദിവാസി കോളനി അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞേ. ഇപ്പുറത്തെ വഴി പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഓഫർ, ഇത് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞേ. അറിയില്ല, പോയി നോക്കിയാലോ. അമ്പോ വമ്പൻ. കയറി വരുന്നുണ്ടോ എന്തോ, വീഴോ എന്തോ. നമുക്ക് എന്നാലും ബാക്കി കൂടെ പോകാം. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ എടുക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ. നീ കയറി പൊക്കോളോ, ഞാൻ ഇർഫാൻ്റെ ബാക്കി കൂടെ വരാം. ഇർഫാൻ്റെ ബാക്കി കൂടെ വരാം ഞാൻ. നീ കയറി പൊക്കോ. നിന്ന് പോണോ? സമയം കളയണ്ട, കയറി പൊക്കോ. എടാ കയറിക്കോ. കയറിക്കോ. പോട്ടെ. ഓണാ പോട്ടെ, സമയം കളയണ്ട. എണീറ്റ് ഇന്ന് പോവാം അമ്മേ. ഒയ്യോ, അടിയൊക്കെ അടിച്ച് കിണ്ടിയായിട്ടോ. കല്ലാണ് ഫുൾ കേട്ടോ. കുഴപ്പമൊന്നും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മേ വഴി എന്നാലും അത് മനോഹരമാണ് കേട്ടോ. പ്ലീസ് അമ്മേ. കാല് കുത്തിക്കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. അത്രയും വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അമ്മേ 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 അമ്മേന്ന് ശരിക്കും വിളിച്ചു. അയ്യോ, എന്താ കത്തിച്ചിട്ടേക്കണോ? ഓ, ഇതിൻ്റെ ഇല ഇങ്ങനെയാണല്ലേ. റേസിന്റെ ടയറ്
കൊള്ളാം കേട്ടോ. അമ്മേ, റേസിൻ്റെ ടയർ കൊള്ളില്ല കേട്ടോ. ഞാനിപ്പോൾ അവിടെ അലച്ചേനെ. ഇതാന്ന് തോന്നുന്നു ആ ഫോറസ്റ്റ് ഏരിയ പറഞ്ഞത്. സിദ്ധാർത്ഥ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അവൻ ഫസ്റ്റ് പോകുന്നുണ്ട് കേട്ടോ. അഞ്ച് കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്നാട്ടോ പറഞ്ഞേ. സമയം 1:54. ഓ മൈ ഗോഡ്, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഞാൻ എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്, കാരണം എനിക്ക് അത്രയും ഞാൻ ഹാപ്പിയാണ്, അത്രയും ഭയങ്കര. എനിക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഞാൻ കുറേ നാളും കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങ് സാക്ഷീകരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ, ഭയങ്കര ഹാപ്പിനെസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് കേട്ടോ. അയ്യോ, അയ്യോടാ, കുഴപ്പമില്ല, ഓർത്ത് ഞാൻ തീർന്നു. അയ്യോ, ഓ, കുറേ സെൻറ്റർ സ്റ്റാൻഡ് അറിയുന്നുണ്ട്. ഓ, വണ്ടി അമ്മേ, ക്ലച്ച് താങ്ങേണ്ട വണ്ടി നിന്നു കേട്ടോ കൈ. ചെറിയ മഴ ചാറുന്നുണ്ടല്ലോ, മഴയല്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ മൈ ഗോഡ്, തീർന്നേനെ. ഒന്നും ചെയ്യാനില്ല, ചാടിക്കുക എന്നത് മാത്രമേ ലക്ഷ്യമുള്ളൂ. എല്ലാം പെടും നമ്മൾ. ചെറിയ ചാട്ടൽ മഴ ചാടുന്നുണ്ട് കേട്ടോ, റെയിൻ ഫോറസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. ഉള്ളിട്ട് കയറി വരുമ്പോൾ ചെറിയൊരു ചാട്ടൽ മഴ. ഞാൻ ഗോപ്രോ എന്നാൽ ഓഫ് ചെയ്യുന്നില്ല. എടുത്തെറിയാണ് കേട്ടോ. അമ്മേ, ഞാൻ ക്ഷീണിതനായി കേട്ടോ ഗൈസ്. സെൻട്രൽ സ്റ്റാൻഡ് നല്ലതുപോലെ അറിയണമെന്നുണ്ട് കേട്ടോ. എൻ്റെ പറയുമ്പോൾ എൻ്റെ ചങ്ക ആളുന്നുണ്ട് കേട്ടോ.
കല്ലടിക്കുമ്പോൾ. കാരണം അത്രയും പൊന്നു പോലെ കൊണ്ടു കിടക്കുന്ന വണ്ടിയാണ്. കല്ലൊക്കെ അടിക്കുമ്പോഴേ പോട്ടെ പോട്ടെ. അമ്മേ വണ്ടിയൊക്കെ പഴുത്തട്ടോ. എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഗിയർ വണ്ടീനെ കാണിച്ചു. അയ്യോ, പ്രോപ്പറായിട്ട് ഡീഹൈഡ്രേറ്റ് ആവണം കേട്ടോ. കൈയൊക്കെ കൈ കഴിക്കും, കാല് കഴിക്കും. അയ്യോ, കാരണം നമ്മൾ അത്രയും ഇത് പിടിച്ചിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡീഹൈഡ്രേറ്റ് ആയില്ലെങ്കിലും നല്ല 8ന്റെ പണി നമുക്ക് കിട്ടും. ഈ വീഡിയോ അത്യാവശ്യം ലെങ്തുള്ള വീഡിയോ ആണ്. എനിക്കറിയാം അത്യാവശ്യം ലെങ്ത് ഉണ്ടാവുമെന്ന്. എന്നാലും ഇറ്റ്സ് എ വണ്ടർഫുൾ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയി. ഐ ഗെറ്റ് എന്താടാ ഇത്? അയ്യോ കിതക്കണ് ശരിക്കേ. സന്തോഷമുണ്ട്, ദാഹമുണ്ട്, ചുണ്ടൊക്കെ വരണ്ടൊരു പരുവായിട്ടോ. കാരണം ബ്രേക്കൊന്നും പിടിക്കാൻ കൈ അങ്ങോട്ട് ഇതാവുന്നില്ല. ഞാനാണെങ്കിൽ ABS ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ കണ്ടു കാണുമ്പോൾ ഒരു ബാക്കിൽ 2 തവണ ഒന്ന് തെന്നിയത്. ABS ഓഫ് ചെയ്യാത്തതുകൊണ്ടാണത്. ABS ഓഫ് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞ് ഇതേ കൂടെ റോഡായിരിക്കും എന്ന് എഴുതിയിട്ടാണ് ഞാൻ ABS ഓഫ് ചെയ്യാത്തത്. പക്ഷെ ഇതങ്ങ് എക്സ്ട്രീം ലെവൽ ഓഫ് ഇതാണ്. ABS ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അയ്യോ, ഇവിടെ വീണ്ടും തുടങ്ങുവാണോ? ഇർഫാൻ പോയിട്ട് പോവാം. കാരണം ഇർഫാന് കാലിൻ്റെ ചെറിയൊരു നീട്ടക്കുറവുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിലേ ഇല്ലേ, പിന്നെ ആ സിദ്ധാർത്ഥാണ് ഫ്രണ്ടിൽ പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും. അങ്ങനെ ഇത് എന്തോ റിസോർട്ടാട്ടോ. ക്ലച്ച് വിട്ടു ഗൈസ്, വണ്ടി പോട്ടെ. ഗോപ്രോയുടെ ചാർജ് എന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മിക്കപ്പോഴും ഇറങ്ങി തീരുമ്പോഴത്തേനും ഗോപ്രോയുടെ ചാർജ് തീരുമായിരിക്കും. രണ്ടാമത് ബാറ്ററി ഇല്ല ഗോപ്രോയ്ക്ക്. ടാറിട്ട റോഡ് തുടങ്ങി. അയ്യോ, അപ്പുറത്തെ ഇപ്പുറത്തെ ഭയങ്കര വലിയ കാടാണ് കേട്ടോ. ഭയങ്കര കാടെന്ന് വെച്ചാൽ ഭയങ്കര കാടാണ്. ഞങ്ങൾക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കാരണം കണ്ടും കണ്ട് കാണുന്നത് ക്യാമറ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നല്ല കാടാട്ടോ. കാരണം മരങ്ങൾ ഭയങ്കര ഹ്യൂജ് മരങ്ങളാണ്. ഭയങ്കര വലിയ മരങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാരോട് ചോദിക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന്. ഉമ്മാരുടെ ആ പോട്ടെ സിദ്ധാർത്ഥിൻ്റെ മുഖത്തെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണണം കേട്ടോ. ഹായ് വെള്ളം തെറിപ്പിച്ച് കഴിച്ച്. എൻ്റെ കാലൊക്കെ അടഞ്ഞു കേട്ടോ. എന്തോ ഫോറസ്റ്റിൻ്റെ എന്തോ സാധനമുണ്ട്. എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. ഓ അയ്യോ, എനിക്ക് തോന്നുന്നു ഇവിടം വരെ കയറി വരാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. ട്രക്കിംഗ് ഫീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രക്കിങ് പോകാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട്. അമ്മേ 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 വണ്ടിയുടെ തെന്നി അമ്മേ 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 തീർന്നാ കൈസ് കാല് കുത്തിയിട്ടില്ല കേട്ടോ കൈസ്.
സിദ്ധാർത്ഥ ABS ഓഫ് ആക്കിയാൽ പോലും അത് തെന്നാതെ അങ്ങ് പോകുന്നുണ്ടല്ലോ. നമ്മളാണ് തന്നെ അങ്ങ് പോകുന്നത്. അയ്യോ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടർഫുൾ. ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ആണ്ടേ ഗൈസ് സ്പീഡ് ഇച്ചിരി കൂടുന്നുണ്ട്. കൊള്ളടിച്ചു. ഓ മൈ ഗോഡ്. ചവിട്ടി കഴിഞ്ഞാൽ അപ്പം തെന്നും 100% ഉറപ്പാ. തെന്നി അങ്ങ് പോവാ. അതിനൊക്കെ ബ്രേക്ക് പിടിക്കാണ്ടിരിക്കുക. അത്രയും സ്പീഡിലങ്ങ് പോക്കോട്ടെ. സ്പീഡിൽ പോയി ഇടിച്ച് വീണാലും കുഴപ്പമില്ലല്ലോ. ബ്രേക്ക് പിടിച്ച് എന്നായാലും വീഴും. ഇവിടെ ABS ഓഫ് ചെയ്യണം ഗൈസ്. ഇനി നമ്മൾ പെടും. എന്തിനാ ഈ സൈഡിൽ കൂടെ വഴിയുണ്ട്. ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോയി നോക്കാം. അമ്മേ ഓ റിവർ ക്രോസിംഗ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആനക്കുളം എത്തിയെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയുണ്ടായിരുന്നു? പറ. ഇത്ര പോന്നെ അത് ABS ആണ്. ഓഫാണോ? ഞാൻ ABS ആക്കിട്ട് വന്നേ. പോയോ? ഇല്ല ആരേലും എടുക്കാനുണ്ടോ? അവിടെ ചോറുണ്ടോ പോലും? ഞാൻ ഇവിടെ ഈ സാധനം വന്ന് അടിച്ചുന്നേ. എനിക്ക് ഇപ്പോഴാണ് ഈ സാധനത്തിന്റെ ആ ഇത് മനസ്സിലായത്. സാരികാടല്ല, ഹിമാലയന്റെ മറ്റേ സാധനത്തിന്റെ ആ സാധനം. ഞാൻ ഇവിടെ ഒന്ന് വണ്ടി നേരെ വെച്ചേ, ഞാൻ കാണിച്ചു തരാം. കല്ല് വന്ന് അടിച്ചിട്ടെ, മീൻസ് ഈ സാധനം ഇല്ലേ, ഈ സാധനത്തിന്റെ എനിക്ക് ഒരു കല്ല് വന്ന് ഈ സാധനത്തിന്റെ അടിച്ചിട്ടെ, അടിച്ചു കഴിഞ്ഞാൽ സാധനം പോയില്ലേ. അതിന്റെ ഉപയോഗം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. ആ ബാക്കിലിരിക്കുന്ന ഒരു ഇത്രയും പോകുന്ന സാധനം ഇല്ലേ, ഒരു കല്ല് വന്ന് അടിച്ചിട്ടേ ആ സാധനം ഉള്ളത് കൊണ്ട് മാത്രം ഇർഫാന്റെ ഇപ്പുറത്തോട്ട് തെന്നി പോന്നെ. വേറെ എങ്ങനെയുണ്ട് മാക്സിസ്? ഒരു ഓഫ് റോഡിന് പറ്റിയതല്ലേ? റേസ് ഒരു രക്ഷയില്ലാത്ത ടയറാട്ടോ. ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാണ്. പക്ഷെ ഇത് ടാറിട്ട് അതിൻ്റെ ആ രസം അങ്ങ് പോകും കേട്ടോ. അങ്ങോട്ട് കയറി പോകാനുള്ള ആ വ്യൂവും അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു പ്രസൻസും അതൊക്കെ അങ്ങ് പോകും. അത് ഇതിങ്ങനെ തന്നെ കിടന്നാലാണ് നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വീട്ടുകാരുടെ കാര്യം കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. കാരണം ഇവിടെ ഉള്ളവരുടെ വണ്ടിയും എന്താ പറയുക, അവർ ഇതേപോലെയൊക്കെ നടക്കുന്ന സമയത്ത് അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഇതൊന്ന് ടാർ ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന്. പക്ഷെ ഇതാണ് ഈ വഴിയാണ് അങ്ങോട്ടുള്ള പാതേനെ ഏറ്റവും 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 ബ്യൂട്ടിഫുൾ ആക്കുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓഫ് റോഡിൽ തരംഗം സൃഷ്ടിക്കുന്ന ഹെസമോളുമായി ക്യാമറമാൻ ഇറ്റ്സ് ഓൾ അബൌട്ട് എ മല്ലു. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.